11ാമത് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. നോട്ടം 2024 എന്ന പേരിൽ കേരള അസോസിയേഷൻ കുവൈത്താണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അഹമ്മദി DPS സ്കൂളിൽ നടന്ന ഫെസ്റ്റിവൽ നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. സംസ്കാരങ്ങളുടെ ഒത്തുചേരലായി നോട്ടം ഫിലിം ഫെസ്റ്റിവൽ അരങ്ങേറി. സമകാലിക പ്രവാസി സിനിമയുടെ വൈവിധ്യമാർന്ന ഭാവപ്പകർച്ചകൾ പ്രേക്ഷകർക്ക് വാഗ്ദാനം ചെയ്ത ഫെസ്റ്റിവലിൽ 29 സിനിമകൾ മെയിൻ കാറ്റഗറിയിലും 2 സിനിമകൾ സ്റ്റുഡൻസ് കാറ്റഗറിയിലും മത്സരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ഔസഫ് അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ഉണ്ണികൃഷ്ണന് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക യുവപ്രതിഭ പുരസ്കാരം നൽകി. പുരസ്കാരം അസോസിയേഷൻ സെക്രട്ടറി മണിക്കുട്ടൻ എടക്കാട്ടും പ്രശസ്തി പത്രം ബേബി ഔസഫും സമർപ്പിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ വിനോദ്, കൺവീനർ ബിവിൻ തോമസ് എന്നിവർ സംസാരിച്ചു. കുവൈത്ത്, കേരളം, ഇംഗ്ലണ്ട്, GCC രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഗ്രാൻഡ് ജൂറി പുരസ്കാരം മസർ നടുവത്തുളപ്പിൽ സംവിധാനം ചെയ്ത ദി വൺ ലാസ്റ്റ് കിൽ സിനിമയ്ക്ക് ലഭിച്ചപ്പോൾ മികച്ച പ്രവാസി സിനിമയ്ക്കും പ്രേക്ഷക ചിത്രത്തിനുമുള്ള പുരസ്കാരം മുഹമ്മദ് സാലി സംവിധാനം ചെയ്ത പാൽ ആൻഡ് പൽ നേടി. രാജീവ് ദേവാനന്ദം മികച്ച സംവിധായകനായും നിതിൻ മാത്യു മികച്ച നടനായും മികച്ച നടിമാരായി രമ്യ ജയബാലനും റീമ കെ മേനനും തെരഞ്ഞെടുത്തു. ഗുരുവന്ദിത, മയ ജിതേഷ്, നിരോഷ് കൃഷ്ണ രാജേഷ് എന്നിവരാണ് മികച്ച ബാലതാരങ്ങൾ. സാബു സൂര്യ ചിത്രക്ക് സ്ക്രിപ്റ്റിനും നിഷാദ് മുഹമ്മദിന് എഡിറ്റിംഗിനും സിനിമാറ്റോഗ്രാഫിക്ക് ഷാജഹാനും സൗണ്ട് ഡിസൈൻ അവാർഡിന് വിഷ്ണു രഘുവും അർഹരായി. മീഡിയ 1 കുവൈറ്റ് സിറ്റി.